അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബിൻ്റെ 27ാമത്തെ രാത്രിയിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ വളരെ പരിശുദ്ധമായ ഒരു യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയാണ്. ലോകത്ത് ഒരു പ്രവാചകരും എത്തിപ്പെടാത്ത സ്ഥലത്തെത്തി അള്ളാഹുവിൻ്റെ അവനിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഹബീബിനെ കൊണ്ടുപോയി ആ ഹബീബുമായി സംസാരിച്ച് മാനലോകത്തിലുള്ള സർവ്വ അത്ഭുതങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ച് ആ ഹബീബായ തങ്ങൾ തിരിച്ചു വരുമ്പോൾ വലിയൊരു സമ്മാനവുമായി കൊടുത്തയച്ച ഒരു രാത്രിയാണ്. ആ സമ്മാനമാണ് നിസ്കാരം എന്നത്. ഏത് മുസ്ലിമും ഒഴിച്ചുകൂടാത്ത ഒരു ഇബാദത്താണ് നിസ്കാരം. അള്ളാഹു അവിടുത്തെ ഉമ്മത്തികൾക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് 5 വഖത്ത് നിസ്കാരം. ഈ നിസ്കാരം എന്നത് വലിയൊരു അനുഗ്രഹമാണ് മുഅ്മിനീങ്ങളായ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിനീന, നിസ്കാരം എന്നത് മുഅ്മിനീങ്ങളും അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. സൃഷ്ടാവായ അള്ളാഹുമായി സംഭാഷണം നടത്താൻ ഒരു അവസരം അള്ളാഹു കണ്ടുവെക്കുക എന്നത് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ നിഅമത്ത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ളൊരു സന്ദർഭം, ഇങ്ങനെയുള്ളൊരു ഇബാദത്ത് സമ്മാനിച്ചു തരുക എന്നത്. അതിന് ഒരു സ്ഥലവും ഒരു യാത്രയും അള്ളാഹു തെരഞ്ഞെടുത്തു. അതും പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖദ്ദിസ് വരെ പോയി ബൈത്തുൽ മഖദ്ദിസിൽ നിന്ന് 7 ആകാശം താണ്ടി 7 ആകാശം കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്നു. സിദ്റത്തുൽ മുൻതഹയിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. ഓ നബിയെ, ദാനി, എന്നെ ഒഴിവാക്കുക. ഇനി ഞാൻ അങ്ങോട്ട് കടക്കാനില്ല, എനിക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ ഒരു ചവിട്ടങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും നബിയെ. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ലോകത്തുള്ള സൃഷ്ടികൾക്ക് ഒരാൾക്കും പെർമിഷൻ ഇല്ലാത്ത ഹബീബായ തങ്ങൾക്ക് മാത്രം പെർമിഷൻ നൽകിയ ഒരു സ്ഥലത്തേക്കാണ് തങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ദാനി തഖദ്ദം, എന്നെ ഒഴിവാക്കി തങ്ങൾ ഒറ്റക്ക് പോവുക, ധൈര്യത്തോടെ പോവുക, തങ്ങൾ ഒന്നും പേടിക്കണ്ട. തങ്ങൾ ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, ഒന്നും പേടിക്കണ്ട നബിയെ. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, തങ്ങൾ തങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുമായി അഭിമുഖമായി തന്നെ സംസാരിക്കുക എന്ന് അവിടുന്ന് യാത്ര ചൊല്ലി പിരിയുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഹദ്റത്തുൽ ഖുദ്സിലെത്തി. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ് ഹദ്റത്തുൽ ഖുദ്സ്. അവിടെ എത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദ്റത്തുൽ ഖുദ്സിന്റെ പരിശുദ്ധതയും അതിൻ്റെ പരിപാവനവും അതിൻ്റെ സംശുദ്ധിയും കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കാലുണ്ടായിരുന്ന ചെരുപ്പയച്ച് അകത്ത് അവിടെ കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു വിളിയാണ്, യാ മുഹമ്മദ് ലാ തഖ്ലഅൻ അലൈക, ഓ നബിയെ, തങ്ങൾ ചെരുപ്പ് ഊരരുത്. ചെരുപ്പോടുകൂടെ എൻ്റെ ഹദ്റത്തുൽ ഖുദ്സ് എന്ന പരിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ കാലുവെക്കുക. കാരണം അവിടുത്തെ ചെരുപ്പിൻ്റെ ബഹുമാനം എൻ്റെ ആ പരിശുദ്ധ സ്ഥലത്തേക്ക് കിട്ടട്ടെ എന്ന അള്ളാഹുവിൻ്റെ ഓർഡറാണ്. കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൻ്റെ യാത്രയിൽ വഴി കാണാൻ വേണ്ടി എവിടെങ്കിലും വെളിച്ചമുണ്ടാവുമെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഒരു മരത്തിൽ പ്രകാശം കണ്ടത്. അവിടെ ചെന്നപ്പോൾ അള്ളാഹു തആല മൂസാ നബിയോട് പറയുന്നു, യാ മൂസാ നബിയെ, നിങ്ങളുടെ റബ്ബാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ എത്തുമ്പോഴേക്കും ആ മൂസാ നബി അലൈഹി സ്വലാം എത്തുന്നത് ഭൂമിയിലാണ്, തൂർ സീന എന്ന മലൻ്റെ തായ്വരയിലാണ്. ആ സ്ഥലത്ത് തുവ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥലത്തെത്തുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചെരുപ്പോടുകൂടെ ആ സ്ഥലത്തേക്ക് കാൽവെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, ഓ മൂസാ നബിയെ, ഇത് തുവ എന്ന പരിശുദ്ധമായ സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ചെരുപ്പ് അഴിച്ച് നിങ്ങൾ വെറും കാലിൽ വന്നോളൂ. ഇത് ഭൂമിയിലുള്ളൊരു പരിശുദ്ധമായ ഒരു സ്ഥലത്ത് കടക്കാൻ ഉദ്ദേശിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിനെ ചെരുപ്പയക്കുക എന്ന് പറഞ്ഞ അള്ളാഹു 7 ആകാശം താണ്ടി സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞു. ഹദ്റത്തുൽ ഖുദ്സ് എന്ന ഒരു സൃഷ്ടിക്കും എത്തിപ്പെടാൻ കഴിയാത്ത വളരെ പരിശുദ്ധമായ പരിപാവനമായ വളരെ സംശുദ്ധമായ ആ സ്ഥലത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പ് അയച്ച് ഞാൻ കടക്കട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് അയക്കരുത് നബിയെ, ചെരുപ്പോട് കൂടെ കിടക്കുക. ഈ 2 പ്രവാചകന്മാരോട് അള്ളാഹു പെരുമാറിയ ആ പെരുമാറ്റത്തിന്റെ വ്യത്യാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട സന്ദർഭം വന്നപ്പോൾ ആ ഹിജ്റ പോകുന്ന സമയത്ത് പകൽ സമയത്ത് ഗാർ സൗർ എന്ന് പറയുന്ന മാളത്തിൽ ഒളിച്ചു നിൽക്കുകയും രാത്രി സമയത്ത് നടക്കുകയും ചെയ്ത ആ ഒരു സന്ദർഭം നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗാർ സൗറിൽ പാർക്കുന്ന സമയത്ത് ആ ഗാർ സൗറിന്റെ മേൽഭാഗത്തിലൂടെ ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ തേടി നടക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാരനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പൊന്നാര നബിയെ, ആ ശത്രുക്കൾ അവർ വേറെ ഒന്നും നോക്കണ്ട, അവരുടെ പാദത്തേക്ക് നോക്കിയാൽ തന്നെ നമ്മെ കാണുമല്ലോ നബിയെ, അവരുടെ കാലിൻ്റെ അടിക്ക് നോക്കിയാൽ തന്നെ നമ്മളെ കാണുമല്ലോ, അത്രയും ക്ലിയറായിട്ട് കാണാൻ സൗകര്യമുണ്ടല്ലോ, അവർ നമ്മളെ കാണുമല്ലോ എന്ന് ഭയം റസൂലുള്ളാഹിന്റെ മുമ്പിൽ കാണിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു,
യാ അബാബക്കർ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ നിങ്ങൾ പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മെ കൂടെ ഉണ്ട്. എന്താണ് വാക്ക്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. ആ പ്രയോഗം നിങ്ങൾ നോക്ക്, അതാണ് ഈമാനിന്റെ കട്ടി. ഇന്നല്ലാഹ, അള്ളാഹു മഅനാ, നമ്മെ കൂടെ. അതേ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബനു ഇസ്രായേലും ഫിർഔനാകുന്ന പകയൻ ശത്രുവിന്റെ പട്ടാളത്തെ പേടിച്ച് നൈൽ നദിന്റെ കരക്കെത്തുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശത്രുക്കൾ പിന്നാലെയുണ്ട്. മുന്നിൽ നോക്കുമ്പോൾ നൈൽ നദിയാണ്. മൂസാ നബിയോട് അനുയായികൾ പറയുകയാണ്, മൂസാ നബിയെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രയോഗിച്ചൊരു പ്രയോഗം, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെയുണ്ട് എൻ്റെ റബ്ബ്, സയഹ്ദീൻ, എനിക്ക് നല്ല വഴി കാണിച്ചു തരും. പ്രയോഗവും ആറ് സൗറിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ച പ്രയോഗവും അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറ് സൗറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് യാ അബൂബക്കർ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ. അവിടെ റസൂൽ ഉപയോഗിച്ചത് ആദ്യം അല്ലാഹ് എന്ന പദമാണ്. ഇന്നല്ലാഹ, അല്ലാഹു, മഅനാ, നമ്മെ കൂടെയുണ്ട്. അതേ സമയത്ത് നൈൽ നദിന്റെ കരക്കെത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറയുന്നത് ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. ആദ്യം മഅി എന്ന പദം ഉപയോഗിച്ച് പിന്നെയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ കൂടെയുണ്ട് എൻ്റെ റബ്ബ്. ഇത് നിങ്ങൾക്ക് എന്തോ തിരിയായ്മയുണ്ടോ? ഇല്ല, സംഭവം വ്യക്തമാണ്. ഇന്ന മഅി, എന്നെ കൂടെയുണ്ട് എന്ന എന്നെ എന്ന പദം ആദ്യം പറഞ്ഞ് പിന്നെ റബ്ബിനെ പറഞ്ഞതാണ് മൂസാ നബി അലൈഹി സ്വലാം. അതേ സമയത്ത് ഗാർ സൗറിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. ഇതാണ് വ്യത്യാസം. ഈമാനിന്റെ കട്ടി അവിടെയാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് യാ മുഹമ്മദ് ലാ തഖ്ലഅൻ അലൈക, നിങ്ങളുടെ ചെരുപ്പ് അയക്കരുത് നബിയെ, നിങ്ങൾ ആ ചെരുപ്പോട് കൂടെ പരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരൂ, നിങ്ങളുടെ ചെരുപ്പിന്റെ ബഹുമതി എൻ്റെ ഹദ്റത്തുൽ ഖുദ്സിലേക്ക് തട്ടട്ടെ എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്രയും നല്ല പരിശുദ്ധമായ ഒരു യാത്ര നമ്മുടെ ഹബീബായ, നമ്മുടെ ജീവന്റെ തുടിപ്പായ, നമ്മുടെ ഖൽബിന്റെ പുഷ്പമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ആ നേതാവിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ അനുയായികളായ നമ്മൾ എന്തുകൊണ്ടും അഭിമാനിക്കേണ്ടവരാണ്, എന്തുകൊണ്ടും സന്തോഷിക്കേണ്ടവരാണ്, എന്തുകൊണ്ടും നന്ദി ഉള്ളവരാകേണ്ടതാണ്. ആ നിഅമത്തിന് നന്ദിയായി നാം ഏത് ഇബാദത്തെടുത്താലും അതൊരു നിഅമത്തിന് നന്ദി തന്നെയാണ്. അശ്ശുക്റു ഇസ്തിഖ്ദാമു നിഅമിഹി അലാ മഹാബിഹി എന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവൻ ഇഷ്ടപ്പെട്ടതിൽ ചെലവഴിക്കുക. ആ ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ദിക്ർ ചൊല്ലുക. ഇങ്ങനെയുള്ള പല ഇബാദത്തുകളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അവൻ ഇഷ്ടപ്പെട്ടതിൽ ചെലവഴിക്കലാണ് ശുക്ർ. എന്നാൽ നാം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയ വലിയ ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ശുക്രാണ് റജബ് 27 ഈ ദിവസം. എല്ലാ കൊല്ലവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഇസ്രാ മിഅ്റാജ് എന്ന അതിപ്രധാനമായ ഒരു പരിശുദ്ധമായ ഒരു യാത്ര അള്ളാഹുവിന്റെ റസൂലിന് നൽകി, അള്ളാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ നിഅമത്തിന് നന്ദിയായി നാം ഒരു നോമ്പനുഷ്ഠിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. നോമ്പനുഷ്ഠിക്കാം, അതേപോലെ ഖുർആൻ ഓതാം, അതേപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കാം, ദിക്ർ ചൊല്ലാം, എല്ലാം ചെയ്യാം. ഏത് ഇബാദത്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമാകുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് നോമ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുമായി സംഭാഷണം ചെയ്ത ആ ദിവസത്തെ നോക്കി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഏറ്റവും ഉപയുക്തമാകുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. എന്നാൽ നാളത്തെ ദിവസം നോമ്പ് നോക്കുന്നത് കൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അതിന് വേറെ ഒരു തെളിവ് ആവശ്യമില്ല. നമ്മുടെ ഹബീബിന് അള്ളാഹു നൽകിയ ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതകരമായ, അതിശയകരമായ, ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലം വരെ കൊണ്ടുപോയ ആ യാത്ര എന്ന ഒരു വലിയ നിഅമത്ത്, ആ നിഅമത്ത് എന്ന ആ യാത്രയിലൂടെയാണ് അതിപ്രധാനമായ ഒരു ഇബാദത്ത് അള്ളാഹു സമ്മാനിച്ചു നൽകുകയും ചെയ്തത്. രണ്ട് നിഅമത്തായി, ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ യാത്ര, ഒന്ന് രണ്ടാമത്തത് അള്ളാഹു നമുക്ക് നൽകിയ ഇബാദത്താകുന്ന നിസ്കാരം. ഈ രണ്ട് നിഅമത്തിന് വേണ്ടി നന്ദിയായി നമ്മൾ നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുന്നു. കൊല്ലം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തെളിവുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ചില ആളുകൾ സംശയമാണ്. എന്നാൽ ഫിഖ്ഹിന്റെ കിതാബ് എടുത്താൽ തന്നെ നമുക്കറിയാം, റജബിന്റെ 27 പകൽ നോമ്പ് സുന്നത്തുണ്ട് എന്ന് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര കിതാബുകളിൽ കാണാം. ഇനി നമ്മൾക്ക് ഹദീസിൽ വല്ല തെളിവുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റജബ് 27 ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അവന് കിട്ടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആധാരത്തിലും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം ആ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കാരണം നിസ്കാരം എന്നത് എല്ലാ ഇബാദത്തുകളും കൂടിയതാണ്. നിസ്കാരത്തിൽ നോമ്പുണ്ട്, നിസ്കാരത്തിൽ ഹജ്ജുണ്ട്,
നിസ്കാരത്തിൽ ഖുർആാനോത്തുണ്ട്, നിസ്കാരത്തിൽ ദിക്റുണ്ട്, നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, നിസ്കാരത്തിൽ റുക്കുഉണ്ട്, നിസ്കാരത്തിൽ സുജൂദുണ്ട്, നിസ്കാരത്തിൽ ഇഅ്തിദാലുണ്ട്, നിസ്കാരത്തിൽ അത്തഹിയാത്തുണ്ട്, നിസ്കാരത്തിൽ അല്ലാഹുമായി ചെയ്യുന്ന മുനാജാത്തുണ്ട്. അതേതാണ് പ്രത്യേകമായി അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇബാദത്തുകളും സമ്മേളിച്ച ഒരു നിസ്കാരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ നിസ്കാരം നമുക്ക് അള്ളാഹു താല അനുഗ്രഹിച്ചു തന്ന ഒരു ദിവസത്തെ മാനിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് ഇബാദത്തായതുകൊണ്ട്, നോമ്പനുഷ്ഠിക്കുന്നത് ഇബാദത്താണല്ലോ, പക്ഷേ ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് തെളിവായി, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതും തെളിവായി.